രാത്രി നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റിരുന്ന് പഠിക്കണമെന്ന് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല, അത് ആരും ഉണ്ടാവില്ല. രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പഠിക്കാൻ പറ്റും, ഓർമ്മയിൽ നിൽക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആക്ച്വലി ശരിക്കും അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരാൾ എപ്പോൾ ഉറങ്ങണം എപ്പോൾ എണീക്കണം എന്നുള്ളത് അയാളുടെ ക്രോണോടൈപ്പിനെ അനുസരിച്ചിട്ടായിരിക്കും. ക്രോണോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നാച്ചുറൽ ടെൻഡൻസി ടു സ്ലീപ്പ്. ക്രോണോടൈപ്പിനെ ശരിക്കും 4ആയിട്ടാണ് തരംതിരിച്ചേക്കുന്നത്: ബെയർ, ലയൺ, ഡോൾഫിൻ, വൂൾഫ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലയൺ ക്രോണോടൈപ്പിന് ഏർലി ബേർഡ് എന്നൊക്കെ പറയും, നേരത്തെ കിടന്നുറങ്ങിയിട്ട് അതിരാവിലെ എണീക്കുന്നവർ. അടുത്തത് ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ താമസിച്ച് കിടന്നിട്ട് കുറച്ചുകൂടെ താമസിച്ച് എണീക്കുന്നവർ. പിന്നെ വൂൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് ശേഷം കിടന്നിട്ട് രാവിലെ 9 മണിക്ക് ശേഷം എണീക്കുന്നവർ. ഡോൾഫിൻ ക്രോണോടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവര് ഒറ്റപ്പെട്ട സമയങ്ങളിലൊക്കെ ഉറങ്ങും, അവർക്ക് അങ്ങനെ പ്രത്യേകമൊന്നുമില്ല, ചില സമയങ്ങളിൽ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കും. ശരിക്കും നമുക്ക് നമ്മുടെ ക്രോണോടൈപ്പ് ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഗൂഗിളിൽ ക്രോണോടൈപ്പ് MEQ എന്ന് സെർച്ച് ചെയ്ത്, MEQ എന്ന് പറഞ്ഞാൽ മോർണിംഗ്നെസ് ഈവനിങ്നെസ് ക്വസ്റ്റ്യനെയർ എന്ന് പറയും. ഈ ക്വസ്റ്റ്യനെയർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരും നമ്മുടെ ക്രോണോടൈപ്പ് ഏതാണ്. നമ്മൾ നമ്മുടെ ക്രോണോടൈപ്പ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ ടൈമിൽ ഉറങ്ങാൻ ശീലിക്കുക. ആ ടൈമിൽ ഉറങ്ങാൻ ശീലിച്ച് കഴിയുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഉറങ്ങുകയാണെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. എത്രത്തോളം പോസിബിൾ ആവും നമുക്കറിയില്ല, കാരണം എല്ലാവർക്കും രാവിലെ ജോലിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ഉറങ്ങി ശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം കറക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും.